വചനമൊഴി ഒക്ടോബർ 25. വചനഭാഗം യൂദ 5:7, യോഹന്നാന്റെ സുവിശേഷം 9:17-23. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച പ്രാപിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവൻ അവരോട് ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? അപ്പോൾ അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുക. അവന് പ്രായപൂർത്തിയായല്ലോ. അവനെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇവ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം ഈശോയെ മിശിഹ എന്നാരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായപൂർത്തിയായല്ലോ, അവനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം, നന്മ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഇല്ലെന്നാക്കുവാൻ പരിശ്രമിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനത. താൻ അനുഭവിച്ച നന്മയാണ് എന്ന് ഏറ്റുപറയുന്ന, അവനൊരു പ്രവാചകനാണ് എന്നെ സൗഖ്യപ്പെടുത്തിയതെന്ന് ഏറ്റുപറയുന്ന അന്ധനായ മനുഷ്യൻ. ആ സത്യം അറിഞ്ഞിട്ടും അതിനു നേരെ കണ്ണടച്ചുകൊണ്ട് തങ്ങളുടെ സാഹചര്യം, തങ്ങളുടെ അവസ്ഥ സ്വസ്ഥമാക്കാൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കന്മാർ. ഒരു സത്യത്തോടുള്ള 3 മനോഭാവങ്ങളാണ്. സത്യത്തെ ഇല്ലെന്നാക്കുവാൻ, അതിനെ ഏതെങ്കിലും വിധത്തിൽ തമസ്കരിക്കുവാൻ പരിശ്രമിക്കുന്നവർ, സത്യം ഏറ്റുപറയുന്നവർ, സത്യത്തിനു നേരെ കണ്ണടയ്ക്കുന്നവർ. നമ്മുടെ അനുദിന ജീവിതത്തിലും സത്യം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്രകാരമാണ് സത്യത്തോട് നാം പ്രതികരിക്കുന്നത് എന്ന് പരിചിന്തനം ചെയ്യുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. സത്യം, തങ്ങൾ അനുഭവിച്ച സത്യം ഏറ്റുപറയുവാൻ, സത്യം ഈശോ മിശിഹായ, തങ്ങൾ അനുഭവിക്കുന്ന സത്യം ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് അന്ധകാരം സൃഷ്ടിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? സത്യത്തോട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് നമ്മുടെ കാര്യം സുരക്ഷിതമാക്കുവാൻ, സത്യത്തോട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് സത്യത്തെ സത്യത്തോട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് സ്വന്തം കാര്യത്തിന്റെ വിജയത്തിനു വേണ്ടി സത്യത്തോട് നിസ്സംഗത പുലർത്തി പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്കും ആത്മശോധന ചെയ്യാം. സത്യത്തോട് ചേർന്ന് നിൽക്കാൻ, സത്യമായ ഈശോ മിശിഹായെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.